ഹലോ, എല്ലാവർക്കും നന്ദനം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഇല പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അന്നേരം ഒന്ന് വീഡിയോ എടുത്തേക്കാന്നോർത്ത് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ മോള് പഠിക്കുന്ന സ്കൂള് കേട്ടോ. ഇളയ മോള് പഠിക്കുന്ന സ്കൂളാണ് ഈ കാണുന്നത്. അവൾ അങ്ങോട്ടാണ് ഓടിപ്പോയത്. അപ്പോൾ ഓടിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണ്ട പോകണ്ട എന്ന് തിരിച്ച് പോരാൻ പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. അവൾ പിന്നെ അങ്ങോട്ട് കയറിപ്പോയി അകത്തോട്ട്. അതിന് പോയി നിൽക്കുക, അകത്തോട്ട് കയറാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ട, ഇങ്ങോട്ട് കയറി വാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അവളെന്തോ അവിടെ തന്നെ നിൽക്കുക. ഞാൻ പറഞ്ഞു വാ നമുക്ക് നേരം പോണു, നല്ല മഴയല്ലേ, കുട കൊണ്ടുപോയി എന്നാലും നനഞ്ഞെങ്കിലേ. എന്നിട്ട് അവിടെ നിൽക്കുക കേട്ടോ, കയറി വരുന്നേ ഇല്ല. പിന്നെ ഒരുവിധം പറഞ്ഞിറക്കിക്കൊണ്ട് പോന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിക്ക് കുറച്ച് മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇല പറിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടികളും ബസ്സുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു. അന്നേരത്തേക്കൊന്ന് മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ അവർ രണ്ടും കൂടി അങ്ങ് മുന്നേ പോയി. പക്ഷേ ഓർത്തത്രം പെയ്തില്ല മഴ. ചെറുതായിട്ട് ചാറിപ്പോയതേ ഉള്ളൂ മഴ. നനഞ്ഞു പോയാൽ നനയുമല്ലോ എന്ന് ഓർത്തുണ്ട്. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്കുള്ളൊരു ഇതാണ് കേട്ടോ. അവിടെ ഇങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, ഇല പറിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്ക് ആകെ വിഷമമായിപ്പോയി. കാരണം അവിടെ ചെന്ന ഉദ്ദേശിച്ച ഇല കണ്ടില്ല, പേടിച്ചു പോയി. അന്നേരം ഞങ്ങൾ ഓർത്തു അയ്യോ അവിടെ ഇലയില്ലല്ലോ എന്ന്. പക്ഷേ ആ തൊട്ടാവാടി എല്ലാം വന്ന് അതിൻ്റെ മേളിൽ വന്നിങ്ങനെ കിടന്നത് കൊണ്ട് ഞങ്ങൾക്കത് ഇല അതിൻ്റെ അടിയിലായിരുന്നു, കാണാൻ പറ്റിയില്ല. പക്ഷേ ഇല ഉണ്ടായിരുന്നു, അത്യാവശ്യം കിട്ടി. അത് കേശവർദ്ധിനി എന്നാണ് കേട്ടോ. ഞങ്ങളങ്ങനെ തേടി പിടിച്ച് നടന്നത്, ആ ഇല കണ്ടുപിടിച്ചത്. നമുക്ക് ആ പൂ കണ്ടാലേ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ആ ഇലയെ പിന്നെ അതൊന്ന് മണത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കണ്ടോ, അതിൻ്റെ പൂവാണത്. അപ്പോൾ ആ പൂ കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റുമോ കേശവർദ്ധിനിയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടൊരു 2-3 മാസം ആയുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. അങ്ങനെ പിന്നെയും പോയി പറിക്കാൻ പോയതാണ് ഞങ്ങളത്. അപ്പോൾ ഞാൻ പറിച്ച് മടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് കൊച്ചിനോട് പറഞ്ഞു, മൊത്തം മുള്ളാണ് കേട്ടോ അവിടെ. ഈ തൊട്ടാവാടിയുടെ മുള്ളും അല്ലാതെ അതിൻ്റെ ഇടയിൽ നിന്ന് വേണം നമ്മൾ പറിച്ചെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോള് പറിച്ചതാ മോളെ എന്ന് പറഞ്ഞു കുറച്ച്. അപ്പോൾ അവളും അത് പറിക്കുക. അങ്ങനെ ഞങ്ങൾ അതെല്ലാം പറിച്ചു എല്ലാം കഴിഞ്ഞു. തിരിച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞു. ഇതാണ് ഇറങ്ങി വരുന്ന വഴി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി. എൻ്റെ മുകളിലാണ് അവൾ പഠിക്കുന്ന സ്കൂൾ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മഴയായിപ്പോയി. അന്നേരം കുറച്ച് മഴയൊക്കെ പെയ്തു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേറെ വഴി കൂടെ പോയത് വേറെ വഴി കൂടെ, തിരിച്ചിറങ്ങി വന്നത് വേറെ വഴി കൂടെ. അങ്ങനെ ഞങ്ങൾ വേറെ വഴി കൂടെയൊക്കെ ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വന്നു, വീട്ടിൽ വന്നു, കയറി മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം പറിച്ചു. എണ്ണ കാച്ചാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ആ കേശവർദ്ധിനി നല്ലതുപോലെ മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തു. അതിനുശേഷം ഈ പനിക്കൂർക്കയും അതിൻ്റെ കൂടെ ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തു. ഇതെല്ലാം അരഞ്ഞ് വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതും അരഞ്ഞു വന്നു. അതിനുശേഷം ഞാൻ ആ കറ്റാർ വാഴയും കണ്ടിച്ചിട്ടു, അതിലോട്ടിട്ട് നല്ലതുപോലെ ഇട്ടു. അതും നല്ലതുപോലെ അങ്ങ് അരച്ചെടുത്ത് പനിക്കൂർക്ക വേണം, കറ്റാർ വാഴ വേണം, കേശവർദ്ധിനിയുടെ ഇലയും വേണം. അങ്ങനെ അതുകൊണ്ട് നല്ല തിക്കായിട്ട് ഞാൻ അരച്ചെടുത്തതിന് ശേഷം ചട്ടി ഒരു ഉരുളി ഞാനെടുത്ത് അടുപ്പേ വെച്ചത്. പക്ഷെ എനിക്ക് ഉരുളി അതിൻ്റെ ചെറുതില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ചെറുത് എന്തോ ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുക. പക്ഷെ അത് ഞാൻ എടുത്തില്ല. ഞാൻ എന്നിട്ട് ഇതെടുത്തു. കുറച്ച് പേർക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒന്നിച്ചങ്ങ് കാച്ചാം എന്ന് വിചാരിച്ചു. അടുപ്പേലാണ് വെച്ചത്. അത്രയും ഗ്യാസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുപ്പേ വെച്ചു. അങ്ങനെ പനിക്കൂർക്കയും കറ്റാർവാഴയും കേശവർദ്ധിനിയുടെ ഇലയും കൂടിയിട്ട് നല്ല തിക്കായിട്ട് അരച്ചു. ഞാൻ വേറെ കുറച്ച് ചേർക്കണമെന്നൊക്കെ ഓർത്താണ്. പക്ഷേ ഞാൻ ആദ്യം കാച്ചിയത് ഇത്രയും ഇട്ടാണ് കേട്ടോ. ഇത്രയും ഇട്ട് കാച്ചിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് പിന്നീട് അതൊക്കെ വേണ്ടാന്ന് ഞാൻ വെച്ചിട്ട് ഞാനത് ആ ഉരുളിയിലോട്ട് എണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ ഇനി നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കേശവർദ്ധിനിയുടെ ഇല
അരച്ച് വെച്ചിരുന്ന ഈ കേശവർദ്ധിനി അതിലോട്ടിടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇടണം. ഞാനിത് രാവിലെ കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത്. അമ്പലത്തിൽ വായിക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദം വരുമായിരിക്കും. അപ്പോൾ ആ അരച്ചത് അതിലോട്ടിട്ട് ഞാൻ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇനി എത്ര നേരം എടുക്കുമെന്ന് അറിയത്തില്ല. അതെല്ലാം ഒന്ന് നല്ല റെഡിയായി എണ്ണയുടെ പരുവത്തിലായി വരണ്ടേ. അതങ്ങനെ അത് കണ്ടോ, ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് നേരം എടുത്ത് കേട്ടോ. ഇളക്കി കുറേ നേരം വേണം. അങ്ങനെ അതിൻ്റെ ഏകദേശം പരുവമൊക്കെ ആയി വരുന്നുണ്ട്. ഞാനിതിൻ്റെ പരുവം അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇല അതിലോട്ട് ഇട്ട് നോക്കുവേ. ഇട്ട് നോക്കുമ്പോഴേക്ക് കടുക് പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടി തെറിക്കും. അപ്പം നമുക്കതറിയാൻ പറ്റും, അതിൻ്റെ പരുവമായി എന്ന് എനിക്കറിയാൻ പറ്റും. നമുക്കെന്നാ വരുന്നത്, എനിക്കതറിയാൻ പറ്റും. അന്നേരത്തേക്ക് ഞാനത് എടുത്തു കേട്ടോ. അങ്ങനെ ആ ഇല അതിൻ്റെ പരുവമൊക്കെ ആയി വന്നു. അങ്ങനെ എന്താ പറയണ്ട, എണ്ണയൊക്കെ നല്ല ഇതായിട്ട് വന്നു. ഉണ്ടോ, തിളച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പത പറ്റുന്നേ ഇല്ല. അതിൻ്റെ പത അങ്ങ് ഇതായിട്ട് വരണം. എന്നിട്ട് ഞാൻ പിന്നെ അത് മടുത്തു പോയി കേട്ടോ. നിന്നിൻ്റെ കാല് മൊത്തം കഴിച്ചു. അത്ര നേരം നിൽക്കണ്ടേ. ഞാൻ പിന്നെ ആ സൈഡിലോട്ടൊന്ന് മാറി ഇരുന്നിട്ടാണ് പിന്നെ ഇളക്കിയത്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. നേരത്തേക്ക് ആ പതയെല്ലാം അങ്ങ് പറ്റി വരുന്നുണ്ട് കേട്ടോ. പതയല്ലേ മൊത്തം, ആ പത നല്ലതുപോലെ പറ്റി വന്നു. അപ്പോൾ കുറച്ച് പേർക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർക്കും കൂടി ഈ കൂട്ടത്തിൽ എണ്ണ എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കണ്ടോ, അതെല്ലാം പറ്റി റെഡിയായി. എണ്ണ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി പറ്റണം കേട്ടോ. പറ്റിയ പോരാ, കുറച്ചുകൂടി പറ്റട്ടെ. കുറച്ചുകൂടി പറ്റിയതിന് ശേഷം നമുക്കത് ഇറക്കി എടുത്ത് വയ്ക്കാം. ഞാൻ പിന്നെ ഒരു ഇല ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിലിടാൻ പറ്റിയില്ല. അങ്ങനെ എടുത്തു വെച്ചു. അതിന് ശേഷം ബാക്കി പരിപാടികൾ ചെയ്യാം എന്ന് വിചാരിച്ചു. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ആ പാത്രങ്ങളെല്ലാം അങ്ങ് തേച്ച് കഴുകി വെച്ചേക്കാം. വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചത് മോളാണ് കേട്ടോ. എനിക്കന്നേരം ഈ എണ്ണ കാച്ചുന്നതുകൊണ്ട് വിളക്കൊന്നും കത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുക്കളയൊക്കെ ഒരുവിധം ഒതുക്കി വെച്ചിട്ടാണ്. പിന്നെ രാത്രിയിൽ എല്ലാവരും എടുക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഉള്ള എണ്ണയെല്ലാം ഞാനത് കുപ്പിയിലാക്കി കുറച്ച് പേർക്കുള്ളത് എടുത്ത് കുപ്പിയിൽ വെച്ചതിന് ശേഷം അന്ന് പാത്രമെല്ലാം കഴുകി വെച്ചു കേട്ടോ. എനിക്ക് വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു തപ്പലുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ എണ്ണ എല്ലാവരുടെയും കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു കേട്ടോ. ആഹാരമൊക്കെ കഴിച്ച് അടുക്കളയൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് വേണമല്ലോ ഒന്ന് പോയി കിടന്നുറങ്ങാൻ. അപ്പോൾ ചേട്ടനൊക്കെ അവിടെ നിന്ന് TV കാണുകയാണ്. ഉണ്ട്, ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ നോക്കിയതപ്പോൾ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ കഴിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. പാത്രമെല്ലാം കിടക്കുന്നു. പിന്നെ എല്ലാം അടുപ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത്, ചാരമൊക്കെ രാവിലെ വരുന്നത് കേട്ടോ. എല്ലാം ഒന്ന് തൂത്തൊതുക്കി വൃത്തിയാക്കി വെക്കും. വൃത്തിയാക്കി വെച്ചതിന് ശേഷം എല്ലാം നല്ല ക്ലീൻ ആണല്ലോ. എന്നിട്ടപ്പോൾ നമുക്ക് രാവിലെ ഒന്ന് അടുക്കളയിലോട്ട് വന്ന് കയറുമ്പോൾ എന്താ തോന്നുന്നുണ്ടോ, ഒരു രസം തോന്നും. അതുകൊണ്ട് എല്ലാം ഒന്ന് രാത്രി തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടും. പിന്നെ അവിടെ ഞാൻ തുടക്കത്തേ ഉള്ളായിരുന്നു. ഇനി ഇത് സോപ്പിട്ട് ഞാൻ കഴിയുന്നാനോ എണ്ണ അവിടെ വെച്ചാൽ ഒഴിച്ചതേ. അപ്പോൾ എണ്ണ മൊത്തം അവിടെ എല്ലായിടവും ആയി. അപ്പം ഞാനോർത്തന്ന് ഇത് ഒന്ന് സോപ്പിട്ടൊന്ന് കഴുകി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും എല്ലാം ഒന്ന് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി ഇട്ടു അവിടെ എല്ലാം. അങ്ങനെ വൃത്തിയാക്കി ഇട്ടു. ഇനിയിപ്പം വേറെ പരിപാടികളൊന്നുമില്ല. ഇനി ഒന്ന് പോയി ഇനി എല്ലാം ക്ലീൻ ചെയ്തിട്ടു. ഇനി ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് ഒന്നുകൂടി പറയുക, ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എണ്ണയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ രാവിലെ ഒന്ന് കൊടുക്കേണ്ടവർക്കെല്ലാം എണ്ണയൊക്കെ കൊടുക്കണം. പാത്രമൊക്കെ ഒന്ന് എല്ലാം കഴുകി വെച്ചു. ഇനി എനിക്കൊന്ന് മേലെല്ലാം കഴുകിയിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ. അപ്പം അതിനിടയ്ക്കല്ലേ മോള് വന്നു. അങ്ങനെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഒന്ന് കിടന്നുറങ്ങണം.
ഉറങ്ങിയാൽ മതി. എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുക. എല്ലാം ഒന്ന് കഴുകി. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? രാത്രിയിൽ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടല്ലേ എല്ലാവരും കിടന്നുറങ്ങുന്നത്. അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തു. അപ്പോൾ കണ്ടോ, എൻ്റെ കിച്ചൺ നല്ല ക്ലീനായി. എനിക്ക് തോന്നി ക്ലീനായെന്ന് തോന്നി കേട്ടോ. നിങ്ങൾക്ക് ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്പലത്തിലെ വായന തീർന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാതിരുന്നപ്പോൾ മഴയായിരുന്നു. തുണിയാണെങ്കിൽ ഒത്തിരി ഉണ്ട് അലക്കാൻ. മഴയൊന്ന് മാറിയിട്ട് വേണമല്ലോ അലക്കാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.